ചേച്ചിയുടെ കല്യാണമാണ്. ചേച്ചി നല്ല ശരിക്കും ഞങ്ങളെ വിളിക്കല് മുത്തെന്നാണ് വിളിക്കുന്നത്. ഒരു 5 വർഷം പ്രായം ഗ്യാപ്പ് ഉണ്ടെങ്കിലും ശരിക്കും ചേച്ചി ഫീലിംഗിലും കൂടുതൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഫീലിംഗ് തന്നെയാണ് ചേച്ചീനെ കിട്ടിയേക്കുന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് പറയാനും എല്ലാം ഷെയർ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരാളായിരുന്നു. ഞങ്ങൾ എൻ്റെ അച്ഛനോടും അമ്മേൻ്റെയും കാട്ടിലും കൂടുതൽ കുറച്ചുകൂടെ കമ്പനിയും മുത്തുമായിട്ടായിരുന്നു. എല്ലാ കാര്യവും എന്ത് സീക്രട്ട് ആണെങ്കിൽ പോലും അച്ഛനും അമ്മയും അറിയാത്ത കാര്യം പോലും മുത്തിന് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് എപ്പോഴും കൂടെ കൊണ്ട് നടന്നിട്ടുള്ളത്. സിബ്ലിങ്സ് എന്നുള്ളതിന് ഉപരിയായിട്ട് നല്ലൊരു ഫ്രണ്ടും കൂടിയായിരുന്നു. ശരിക്കും നന്നായിട്ട് മിസ് ചെയ്യും മുത്ത് പോകുമ്പോൾ. ഇപ്പൊ കുറച്ചായി പുറത്താവുമ്പോൾ ഭയങ്കര മിസ്സിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ നാട്ടിൽ വന്ന് കല്യാണം കഴിഞ്ഞ് പോവാന്ന് പറയുമ്പോൾ നല്ലൊരു വിഷമം തന്നെ ഉണ്ടാവും. ഹാപ്പി മാരീഡ് ലൈഫ് മുത്തേ ചേട്ടാ. അടിപൊളിയായിട്ടിരിക്കും ഇനി മുതല്. താങ്ക് യു. പരാജിത ദുരാവഹ പ്രണവാത്മിക അധികസ്വരാതുതിശാരദ നമോസ്തുതേ. ശ്യാമാംബരം മുഖസാഗരം തുളസീദളം അതിസുന്ദരം. ഞങ്ങള് പ്രതീക്ഷിച്ച പോലത്തെ ഒരു ചേട്ടൻ തന്നെയാണ്. ഭയങ്കര ഭാവമാണ്. മുത്തിനെ നല്ലപോലെ കെയർ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. മുത്തും അങ്ങനെ കുറച്ച് ഇൻട്രോവേർട്ട് ടൈപ്പ് ആയിരുന്നു. രണ്ടാളും അതുപോലെ തന്നെയാണ്. രണ്ടാളും മാച്ചിങ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. പട്ടപ്പഹൽ പോൽ എരിയത് തെളിந்த நிலவு பட்டப்பகல் போல் எரிയത് உந்திக்கை நோக்கி என் இருபுருவம் நெறியது கனிந்த உன் வேணுகானம் கதறி மனமுருகன அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ. கதறி மனமுருகன அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ. இது தகுமோ இது முறையோ இது தர்மம் தானோ. இது தகுமோ இது முறையோ இது தர்மம் தானோ. குழலூதிடும் பொழுது ஆடிடும் குழைகள் போலவே மனது வேதனை மிகவோடு அலைப்பாயுது. അനുവിനെ ഞാൻ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഞാൻ ആദ്യം മീറ്റ് ചെയ്തത്. ജർമ്മനിയിൽ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, അനു പഠിക്കുമായിരുന്നു. അപ്പം മ്യൂണിക്കിലെ ഒരു പാർക്കിൽ വെച്ച് ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത്. പിന്നെ പയ്യെ സംസാരിച്ചു, കൂടുതൽ അറിയാൻ പറ്റി. അന്നുണ്ടായ അതേ ഒപ്പീനിയനാണ് എനിക്കിന്ന് ഉള്ളത്. വളരെ സിൻസിയറും ജെന്യൂനും ആയിട്ടുള്ളൊരു പേഴ്സണാണ് എനിക്ക് അന്ന് തന്നെ തോന്നിയായിരുന്നു. അത് തന്നെയാണ് എനിക്ക് ഇപ്പോഴുള്ള ഫീലിംഗ്. ഇനി അങ്ങനെ തന്നെ ആകുമെന്നാണ് എൻ്റെ ഉറപ്പ്, വിശ്വാസം. വെഡിങ് ഡ്രസ്സിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിലും മികച്ച ലുക്കായിരുന്നു അനുവിൻ്റെ. ഇങ്ങനത്തെ ഒരു ലുക്ക് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ ഒരു ട്രഡീഷണൽ ലുക്കിൽ കണ്ടപ്പം ഫുൾ വെസ്റ്റേൺ ഔട്ട്ഫിറ്റിലായിരുന്നല്ലോ കണ്ടിരുന്നത്. ആദ്യമായിട്ടാണ് സാരി എടുത്ത് ഞാൻ കാണുന്നത്. स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र. पावन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र.
रामा कल्याण वैभोगमे सर्वलोकाधार सम